أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ليس كمثله شيء وهو السميع البصير അള്ളാഹുവെ പോലെ അവനെ പോലെ യാതൊന്നും ഇല്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, ഒന്നുമില്ല അവനെ പോലെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പോലെ. വഹുവ സമീഉൽ ബസീർ, അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. അപ്പോൾ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. അവനെപ്പോലെ യാതൊന്നുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, സൂറത്തുൽ ഇഖ്ലാസിൽ അള്ളാഹു പറഞ്ഞില്ലേ, ഖുൽ ഹുവല്ലാഹു അഹദ്, അവൻ ഏകനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അൽ മുതഫർരിദ്, അവൻ ഏകനാണ്, അവനാണ് സൃഷ്ടികർമ്മം നടത്തിയിരുന്നത്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, സകല സൃഷ്ടികൾക്കും സകല ജീവജാലങ്ങൾക്കും അവനാണ് ആശ്രയം നൽകുന്നത്. അവൻ്റെ അടുത്താണ് എല്ലാവരും, അവനിലേക്ക് ആവശ്യക്കാരാണ്. യാ അയ്യുഹന്നാസു അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുതഫർരിദ് വറിസ്ഖ്, എല്ലാ ഉപജീവനവും നൽകുന്നവൻ അവനാണ് യഥാർത്ഥത്തിൽ രാജാധിപതി. സകല രാജാക്കന്മാരുടെയും രാജാധികാരം ഉള്ളവൻ അള്ളാഹുവാണ്. തദ്ബീർ, സകലത്തിനെയും അൽ ഹയ്യുൽ ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്നവൻ അവനാകുന്നു. അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്നതാണ് യഥാർത്ഥ അറിവ്. അവൻ്റെ നാമഗുണ വിശേഷണങ്ങളുടെ, അവൻ്റെ ഏറ്റവും മനോഹരമായ പരിശുദ്ധമാക്കപ്പെട്ട നാമഗുണങ്ങളിലൂടെയാണ് അവനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുക. അത് വഹീൻ്റെ പിൻബലത്തിൽ മാത്രമാണ്. അള്ളാഹുവും ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയുമാണ് നമുക്ക് അത് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. വഹീൻ്റെ പിൻബലത്തിലാണ് ഇസ്ലാമിൻ്റെ ഏതൊരു കാര്യവും നിലകൊള്ളുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ എത്ര വലിയ അപകടത്തിലാണ്. ദാലിക ബിഅന്ന അല്ലാഹ്, യഥാർത്ഥത്തിൽ അവനാകുന്നു അള്ളാഹു, ഹുവൽ ഹഖ്, അവനാണ് സത്യമായുള്ളവൻ. വഅന്നമാ യദ്ഊന മിൻ ദൂനിഹി, അവനല്ലാതെ ആരെല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ, മിൻ ദൂനിഹി, അവന് പുറമെ, വഹുവൽ ബാത്തിൽ, അത് നിരർത്ഥകമാണ്, അത് സത്യമല്ല. യഥാർത്ഥത്തിലുള്ള ആരാധ്യൻ അള്ളാഹു മാത്രമാകുന്നു. വഅന്നല്ലാഹ ഹുവൽ അലിയുൽ കബീർ, അവൻ അത്യുന്നതനും മഹാനുമാകുന്നു, വലിയവനുമാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ്, അതല്ലാതെ അള്ളാഹുവിനെ കുറിച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.